നമസ്കാരം. വീണ്ടും മണിപ്പേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. സ്വർണത്തിന്റെ വില കയറി 13,600 ഇപ്പോൾ. ഫോർ ക്യാരറ്റ് 14,847. ലൈറ്റ് വെള്ളി 260 എന്ന് പറയുന്നു, പക്ഷെ 220 കിട്ടും. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 235 ആണ്. ഇന്ത്യൻ റുപ്പി 93, 94, 93, 95 എന്നാണ് ഇരിക്കുന്നു. കച്ച എണ്ണയുടെ വില 96 എന്നാണ് പറയുന്നത്, പക്ഷെ ഇന്ത്യ ബാസ്കറ്റിൽ കൂടുതൽ വിലയാണത്. രാവിലെയുള്ള ന്യൂസ്, ഇൻഡെക്സ് ഓപ്പൺ ആകുന്ന സമയം 1.27% അപ്പ്. ഇപ്പോൾ 420 പോയിന്റ് അപ്പാണ്. ബാങ്ക് നിഫ്റ്റി 1700 പോയിന്റ് അപ്പാണ്. ഓട്ടോ ഇൻഡെക്സ് 2% രാവിലെ. IT 0.5%. ആർമ 1.5%. FMCG 1.3%. മെറ്റൽ 2.3 വന്നിട്ട് രാവിലെയുള്ള കഥയാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1.7% അപ്പാണ്. കർണാടക 5.2, മലപ്പുറം 5.1, ഞാൻ ജുവലർ 4.2, തൂട്ട് 4.1, ഇൻഡസൻ 3, നാക്കോ 3.3, ഫെഡറൽ 2, ഫെന്തർ വെഹിക്കിൾ 2.6, ടൈറ്റൻ 2.5 എന്നുള്ള മുഖ്യ വാർത്ത എന്താണ് മാർക്കറ്റ് ഇങ്ങനെ ബൾട്ടി അടിച്ചിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ മുമ്പ് എന്ത് പറയുന്നു എന്നാൽ, അവൻ വേണമോ വേണ്ടിയോ, ഞാൻ പ്രീ സ്ട്രീറ്റിൽ സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ സൈൻ ചെയ്തില്ലെങ്കിലും ഇറാൻ സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്നാൽ, പാകിസ്ഥാൻകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ആസിഫ് മുനീർ പറഞ്ഞിരിക്കുന്നു, ട്രംപിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്കട്ട് ഈ സന്തോഷത്തിലാണ് കയറിയിരിക്കുന്നു. ഒരു 15 പോയിന്റ് സ്ട്രാറ്റജി കൊടുത്തിരിക്കുന്നപ്പോൾ 15 പോയിന്റിനെ സമ്മതിച്ചുകൊണ്ട് ഒരു വാർണ സൈൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആ ടെൻഷൻ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നില്ല. ഇറാൻ എന്ത് പറയുന്നു എന്നാൽ, ഫ്രണ്ട്ലി കൺട്രീസിന് മാത്രം തന്നെ ഷിപ്പ് അലോ ചെയ്യുമെന്ന് അവർ പറയുന്നു. ഏത് ഷിപ്പും റിസ്ക് എടുത്ത് വെളിയിൽ വരുന്നില്ല. കാരണം ഇന്ത്യ വാർ ടൈം സ്ട്രാറ്റജിയൊക്കെ ഞങ്ങൾ റെഡി ചെയ്തിരിക്കുന്നു, ഫെർട്ടിലൈസർ ആൻഡ് ഫ്യൂവലി റെഡി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പല സ്ഥലങ്ങളിൽ LPG സിലിണ്ടറിൻ്റെ കൂട്ടം കുറഞ്ഞില്ല. റെസ്റ്റോറൻറ്റിൽ വില കയറിയിരിക്കുന്നു. 2000 രൂപ സിലിണ്ടർ ഇന്നും 7000 രൂപയ്ക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. സിലിണ്ടർ ഷോർട്ടേജ് കുറഞ്ഞില്ല. ഗോൾഡ് ആൻഡ് സിൽവർ ETF-ൽ ഷാർപ്പ് കറക്ഷനാണ്. ബേസിക്കലി മാർക്കറ്റ് ഇത്രയും പെട്ടെന്ന് റിയാക്ട് ആകുന്നതിൻ്റെ ഒപ്പം ഗോൾഡും സിൽവറും റിയാക്ട് ആകുന്നില്ല. എഫക്റ്റീവ് എക്സ്ചേഞ്ചിൽ റുപ്പി ഇരിക്കുന്നു. 6 കൺട്രിയോടൊപ്പം ചേർന്ന് ബാസ്ക്കറ്റിൻ്റെ ഒപ്പം ആക്ട് ചെയ്യണതാണ്. 12 ഇയർ ലോയായി വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇന്ത്യക്ക്. നേരെ ഗ്രോത്ത് വന്നിട്ട് 3 ഇയർ ലോവായി മാറും എന്നാണ് പറയുന്നു. വെയിറ്റിംഗ് കോസ്റ്റ്, ഡിമാൻഡ്, ഇക്കണോമിക് ആക്ടിവിറ്റി, ഇതൊക്കെ ബേസിക്കായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിൽ ഞാൻ പറയാം. LB സിലിണ്ടറിൽ 7,000 രൂപ. കാരണം എല്ലാത്തിൻ്റെ വിലയും കയറ്റിയിരിക്കുന്നു. ആ കയറ്റിയ കാരണം കോയമ്പേടിൽ മാർക്കറ്റ് ഡിമാൻഡ് ഇല്ല പോലെ ഇരിക്കുന്ന സമയം ഫാർമറിന് അഫക്റ്റ് ആവും. എല്ലാ സ്ഥലങ്ങളിലും ചെയിൻ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കയറിയിരിക്കുന്നു. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കയറിയെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എക്സ്പെൻസിനെ കുറയ്ക്കണം. കാരണം ഓവറാളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ബർജർ പെയിൻസ് 10% റേറ്റിനെ കയറ്റിയിരിക്കുന്നു. പ്രീമിയമിന് മാത്രം തന്നെ കയറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. പെട്ടെന്ന് എല്ലാത്തിനും കയറ്റും. എന്ത് നടന്നാലും പ്രശ്നമില്ല. IPO മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കും. മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളെ കാശിനെടുത്ത് മങ്ങാത്ത കടിക്കും ഒക്കെയാണ് പറയുന്നത്. സ്മാൾ ക്യാപ്പിൽ ഒരു ലിക്വിഡിറ്റി റിസ്ക് ഇരിക്കുന്നു. എക്സിറ്റ് സമയം വന്നിട്ട് 87 ദിവസമാകുമെന്ന് പറയുന്നു. സോ ക്രൗഡഡ് സെയിൽസ് ഇരിക്കുന്ന കാരണം സ്റ്റോക്ക് വിളുന്ന സമയം എല്ലാവരെ കൊണ്ട് വെളിയിൽ എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല. കാശിനെ വെളിയിലെടുക്കാൻ 3 മാസം സമയം എടുക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നു. ഇത് എല്ലാവരും ഒരേ സമയം ചോദിക്കുകയാണെങ്കിൽ ഇത് കാരണമാണ് സ്മാൾ ക്യാപ്പിൻ്റെ അടുത്ത് പോകണ്ടെന്ന് വാണിംഗ് തന്നത്. സെറോദ എന്ത് പറയുന്നു എന്നാൽ, F&O ഫീസിന് ഞങ്ങൾ ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നു. ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ഇപ്പോൾ ഡബിൾ ആക്കിയിരിക്കുന്നു. ചോദിക്കുവാണെങ്കിൽ ഹയർ ട്രേഡിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ റെഗുലേറ്ററി ചേഞ്ചസ്, ഇതിൻ്റെ ഒപ്പം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറയും, ഡെറിവേറ്റീവ് വോള്യൂംസ് അടിപെടും ഒക്കെ നോക്കി കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വോള്യൂംസിനെ മറ്റും കൂട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. പർച്ചേസിംഗ് മാനേജർ ഇൻഡെക്സ് അവർ എന്ത് പറയുന്നു എന്നാൽ, 3 ഇയർ ലോ ആയിരിക്കുന്നു വാങ്ങുന്നത്. എന്തെന്ന് വെച്ചാൽ ഡിമാൻഡ് കുറഞ്ഞു പോയിരിക്കുന്നു. അതേസമയം മാർജിനും കുറച്ച് കിടപ്പിലായിരിക്കുന്നു. ഇതന്നെ ഞാൻ പറഞ്ഞത്, ഒരു മന്തിൻ്റെ മാർജിൻ പോകും. 90 ഡേയ്സിൽ 60, ഇത് 30 ഡേയ്സ് ഗോവിന്ദയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ക്വാർട്ടർ ഏർണിങ്സ് ഗോവിന്ദയാണ്. ഇതിനെ തന്നെ ഞാൻ പറഞ്ഞത്, മാർക്കറ്റ് കയറിയാൽ വിഷമിക്കേണ്ട, മാർക്കറ്റ് ഏറിയ താഴെ വീഴുന്ന തന്നെ ആവണം. റേറ്റ് കട്ട് ട്രാൻസിഷൻ നടന്നില്ല. ഡെപ്പോസിറ്റിന് കാസ്റ്റ് വന്നിട്ട് ഹൈ ആയി തന്നെ ഇരിക്കുന്നു. ജനങ്ങൾ ഡെപ്പോസിറ്റ് ഹൈ കോസ്റ്റ് കൊടുത്താൽ തന്നെ ഇടും എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇടത്തില്ല എന്ന് പറയുന്നു. ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ഗ്രോത്തിനെ 5.9 കട്ട് ചെയ്യുന്നു. 2% ഗ്രോത്ത് ആണ്. ആക്ച്വൽ ഗ്രോത്ത് വന്നിട്ട്
3:30-4 തന്നെ ഇരിക്കും. ഗോൾഡ്മാൻ സാക്സ് സത്യത്തിന് സംസാരിക്കുന്നു. അതായത് റാസൻ സോഫ്റ്റ് എന്ത് പറയുന്നു എന്ന്, അങ്ങനെ റിഫൈനറി കപ്പാസിറ്റി കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു റിഫൈനറി ഗവൺമെന്റ് എടുക്കുവാണെങ്കിൽ ഈസിയ LPG കൊടുക്കാം. ഇതിനൊക്കെ മുതലാളിയെ കണ്ടാൽ തന്നെ ഇഷ്ടപ്പെടും. അവർ അതിൽ കയ്യിൽ വെച്ചില്ല. റിട്ടേൺ വന്നിട്ട് ഗൾഫ് എക്സ്പാൻഷന് പതിയെ നോക്കി കളിക്കുന്നു. എന്താ അവർ ഡമാസ വാങ്ങിയിരുന്നാലും ഈ അടിച്ചടി ചണ്ട കാരണം അഫക്റ്റ് ആകുന്നത് ഒരു ഡിമാൻഡ് ഇരിക്കുന്നു. നാറ്റ്കോ ഫാർമ എന്ത് പറയുന്നു എന്നാൽ അവർ ഓസ്ട്രേലിയയിൽ ഒരു കമ്പനിയെ മൂടി ജീരയിൽ ഒരു കമ്പനി തുറന്നിരിക്കുന്നു. ഇതും അല്ലാതെ അഗ്രോ കെമിക്കൽ കമ്പനിയെ തനിയായിട്ട് പിരിച്ചിരിക്കുന്നു. ഒരാളിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഷെയർ എപ്പോഴാണ് നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റൂല. പെയിന്റ് അല്ലാതെ വേറെ പെയിന്റ് കമ്പനിക്കാരും വിലയിനെ പെട്ടെന്ന് കയറ്റും. സ്റ്റീൽ പ്രൈസസ് 23% കയറിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഇൻപുട്ട് കോസ്റ്റ് കയറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഉടനെ ടാറ്റ സ്റ്റീൽ വല്ലേ വല്ലേ എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. പാരാസെറ്റമോളിൻ്റെ വില കയറിയിരിക്കുന്നു. 120% AP മരുന്നിൻ്റെ വില കയറിയിരിക്കുന്നു. ക്രോസിം ടാബ്ലറ്റും ഡോളോ 650 വില കയറാൻ കൂടും. പ്രൈസ് കൺട്രോൾ ഇരിക്കുന്ന കാരണം ആക്ച്വൽ വന്ന കാസ്റ്റിന് കൂടെ കയറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ശേഷം മാരുതി എന്ത് പറയുന്നു വെച്ചാൽ ഞങ്ങൾ 16,000 കോടി ഇൻവെസ്റ്റ് ചെയ്ത് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. വീലർ മോട്ടോർ എന്ത് പറയുന്നു എന്നാൽ ആദ്യം 2 വീലറൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഹീറോ വലിയ ഷെയർ വെച്ചിരിക്കുന്നു. ഇതിൽ 3 വീലർ കമേഴ്ഷ്യൽ സെഗ്മെന്റ് ഉണ്ടായിരുന്നു. ഇവയിൽ ഇപ്പോൾ 437 കോടി EV സെയിൽസ് ഗ്രോത്തിന് സ്കെയിലപ്പ് ചെയ്യാൻ പോണതായിട്ട് പറയുന്നു. AC-യുടെ ഗ്രോത്ത് സമ്മറിൽ വലുതായിട്ടിരിക്കത്തില്ല. വിഷലം ഗ്രോത്ത് ഒക്കെ വന്നു. 1% ഡിപ്പ് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. ആളിനെ മാറ്റും എന്നൊരു പേച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രാൻസ്ഫോർമേഷൻ നാളെ മാറ്റാൻ പോകുന്നു എന്ന് പറയുന്നു. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓൾമോസ്റ്റ് $1.8 ബില്യൺ ആദിത്യ ബിർള ഗ്രൂപ്പും മറ്റേ 2 ഫോറിനേഴ്സിൻ്റെ ഒപ്പം ചേർത്ത് ടൈപ്പ് ചെയ്ത് വാങ്ങിയിരിക്കുന്നു. ആദിത്യ ബിർളയുടെ മോൻ രജിത് റാവെ കളിച്ചിരിക്കുന്നു. അവർ തന്നെ ഇതിന് ചെയർമാനായിട്ടിരിക്കുന്നു. അംരാജ് കോട്ടൺസിൻ്റെ വെള്ള ഷർട്ട് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ ഫേമസ് ആണ്. 2030 IPO ഇടുന്നതായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇതിലായിട്ടൊരു മുഖ്യ വാർത്ത എന്തെന്ന് വെച്ചാൽ സ്വിഗ്ഗി സൊമാറ്റോയോടൊപ്പം ചേർന്ന് പ്ലാറ്റ്ഫോം ഫീനെ കയറ്റിയിരിക്കുന്നു. കാരണം $17.88 ആവും ഒരു ഓർഡറിന്. നാറ്റ്കോ ഫാർമ എന്ത് ചെയ്യുന്നു എന്നാൽ CPKR പറഞ്ഞ അഗ്രികൾച്ചർ കമ്പനീനെ 2ആയിട്ട് പിരിക്കുന്നു. ഒരു ഷെയർ നാറ്റ്കോ നിങ്ങളെടുത്ത് ഇരിക്കുവാണെങ്കിൽ ഈ ഇനിയൊരു അഗ്രികൾച്ചർ കമ്പനി ഫ്രീ ആയി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആ കമ്പനിയെ ഒരേടിയായിട്ട് നല്ല വിലയ്ക്ക് വിൽക്കുന്ന ലിസ്റ്റ് ചെയ്തു ഇങ്ങനെ തിരികെ ഡെവലപ്പ് ചെയ്യുന്ന എന്ന് തിരിഞ്ഞ് നോക്കണം. നൈജീരിയയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓസ്ട്രേലിയയിലുള്ള കമ്പനിയെ അവർ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇന്നുള്ള മാർക്കറ്റ് ന്യൂസ്. മാർക്കറ്റ് ന്യൂസിൽ സെമി ഗ്ലൂട്ടൈഡിന് ഇപ്പോൾ ലൈഫ് സയൻസസ് ഇതുപോലത്തെ ആൾക്കാരൊക്കെ പാർട്ട്ണർഷിപ്പ് ചേർത്തിരിക്കുന്നു. മേജർ കമ്പനിയൊക്കെ സെമി ഗ്ലൂട്ടൈഡിനെ റെഡി ചെയ്തു വച്ചിരിക്കുന്നു. അതിനെ ഇറക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇന്നുള്ള മുഖ്യ വാർത്തകൾ. ടിഫൻ കോഫി റേഞ്ചിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കും. ഇതുപോലെ ഇന്നും കുറച്ച് കൺസിഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊരു ഫാൾസ് റാലി. ഈ ഫാൾസ് റാലിയിൽ വിൽക്കാൻ കൂടും. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.